ശ്രീ ലിൻഡോ, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്. നാളെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്, നിർമ്മാണം ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് ഈ നേട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇന്ന് ഈ മിനിറ്റിൽ എന്നോട് സംസാരിക്കുമ്പോൾ താങ്കൾ ആ സന്തോഷം പങ്കുവയ്ക്കുന്നത്? ഒരു ഉദ്ഘാടന ചടങ്ങ് എന്നതിനകത്ത് ഈ ഉദ്ഘാടനത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ നാട്ടിൽ ജനങ്ങളെല്ലാം ചേർന്ന് നടത്തുന്നത്. കാരണം പണ്ട് കാരണവന്മാരായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു കേട്ട ഒരു വഴിയാണ് ഒരു ബദൽ പാത, അല്ലെങ്കിൽ ചുരത്തിലേക്ക് ഒരു എളുപ്പം, വയനാട്ടിലേക്ക് ഒരു എളുപ്പമാർഗം ആനക്കാമ്പിലൂടെ എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ പല ആളുകളും പറഞ്ഞു കേട്ട് നടപ്പ് വഴി ഉണ്ടായിരുന്ന ഒരു റോഡാണ്. പിന്നീട് 2016 ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അത് തുരങ്കപാതയായി മാറുന്നു, അതിന് പണം അനുവദിക്കുന്നു. പിന്നീട് ഉണ്ടായിരുന്ന ഓരോ സങ്കീർണതകളും ഉണ്ടായ ഘട്ടത്തിലെല്ലാം ഈ ഗവൺമെന്റ് അത് യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആനക്കാമ്പുയിലെയും അതുപോലെ തന്നെ മേപ്പാടിയിലെയും ജനങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമെന്നതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അതിലൊരുപാട് തടസ്സങ്ങളുണ്ടായ ഘട്ടത്തിലെല്ലാം വലിയ രൂപത്തിൽ ഈ പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങളുണ്ടായി. ചില ആളുകൾ പ്രസ്താവനകൾ ഇറക്കി, ചില ആളുകൾ കോടതി പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒരു വലിയ പദ്ധതി വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ എടുക്കുന്ന സമയം, അത് SIA സ്റ്റഡി 1 വർഷം നീണ്ടു നിന്നതാണ്. ഭൂമി ഏറ്റെടുക്കൽ 1 വർഷം കൊണ്ടാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പരിസ്ഥിതിയുടെ അനുമതി, സെൻട്രൽ ഗവൺമെന്റിന്റെ പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി, ഫോറസ്റ്റ് ക്ലിയറൻസ്, ഇത്തരം നടപടിക്രമങ്ങൾ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കുന്നതിന് കാലതാമസം ഉണ്ടായി. കാലതാമസം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലല്ല ഈ പദ്ധതി വരില്ല എന്ന ഒരു വലിയ പ്രചരണം നടത്താനുള്ള ശ്രമങ്ങളുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അത് നടപ്പിലാക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആനക്കാമ്പുയിലെയും മേപ്പാടിയിലെയും ഈ നാട്ടിലെയും ജനങ്ങളെല്ലാം ഒന്നു ചേർന്ന് അതിനൊപ്പം നിന്നു. അതിനെതിരെ കുപ്രചരണങ്ങളുമായി പല ആളുകൾ വന്ന ഘട്ടത്തിലെല്ലാം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി. അല്ലാതെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷം നമ്മുടെ മുൻപിലുണ്ടല്ലോ, അതോർക്കണം. അതെ 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 അങ്ങനെയുള്ള പദ്ധതികളൊന്നും ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കില്ല, വയനാട്ടിലേക്ക് വേഗം എത്താൻ ഒരു തുരങ്കപാതയെ അത് അനുവദിക്കില്ല എന്ന പ്രസ്താവനയാണ് നടത്തിയത്. അത്തരം വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അല്ല ലിൻഡോ, അങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, പ്രതിപക്ഷമൊക്കെ ഒരു വലിയ സമരങ്ങളുമൊക്കെ മുന്നോട്ട് വന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. ആ നാട്ടിലെ ജനങ്ങളൊക്കെ അപ്പോൾ ലിൻഡോയോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു സമീപനം എന്തായിരുന്നു അവരുടെയൊക്കെ? നാട്ടിലെ ജനങ്ങൾ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, ഈ പദ്ധതിയെ ആരെതിർത്താലും ആ എതിർക്കുന്നവർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ്. ഈ പദ്ധതിയുടെ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടായ ഘട്ടത്തിലെല്ലാം ഈ നാട്ടിലെ എല്ലാ ആളുകളും പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കാരായ കോൺഗ്രസുകാർ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിച്ച്, കോൺഗ്രസുകാരുടെ ഈ നാട്ടിലെ വിമർശനം അദ്ദേഹത്തെ വിളിച്ചറിയിച്ച്, മറ്റ് സംവിധാനങ്ങളോട് അദ്ദേഹത്തെ അറിയിച്ച് നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട്, ഇത് ഈ നാടിന്റെ ആവശ്യമാണ്, എന്തു വന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയേ മതിയാവൂ എന്നുള്ള വികാരത്തോടു കൂടി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഈ പദ്ധതി ഒരു നാടിന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന തീരുമാനമാണ് അവരെടുത്തത്. അപ്പോ എല്ലാ ആളുകൾക്കും ഉള്ളൊരു പദ്ധതി എന്ന നിലയിൽ ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയത്. അവർക്ക് ഈ ഗവൺമെന്റിന് വിശ്വാസമാണ്, ഈ ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവരും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ പദ്ധതി എതിർക്കുമെന്ന് പറയുമ്പോഴും എന്ത് എതിർപ്പുണ്ടായാലും ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പ്രതിസന്ധികളെ മറികടന്ന് ഏത് നടക്കുകയില്ല എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ കഴിവും ശേഷിയുമുള്ള കേരളത്തിന്റെ ക്യാപ്റ്റനാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് എന്റെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരെല്ലാം ഈ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്ന് ഈ പദ്ധതിയെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തെ ഒരു വലിയ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ആ ഉത്സവത്തിൽ നാളെ നേരിട്ട് കാണാം. തീർച്ചയായിട്ടും എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി 31 നാളെ വൈകുന്നേരം 3 മണിക്ക് ആനക്കാമ്പുയിൽ സെന്റ് മേരീസ് UP സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ലിൻഡോ. താങ്ക് യു.